Hi all, I'm Mohammed Sabith P. ഞാൻ CUET 2023 എഴുതിയൊരു സ്റ്റുഡൻ്റാണ്. ഓൾസോ Prepwiseലെ CUET 2023 ബാച്ചിലെ ഒരു സ്റ്റുഡൻ്റ് കൂടിയാണ്. സോ എൻ്റെ CUET റിവ്യൂയും അതുപോലെ Prepwise എക്സ്പീരിയൻസും ഷെയർ ചെയ്യുകയാണെങ്കിൽ ഐ ആം 100% സാറ്റിസ്ഫൈഡ് വിത്ത് Prepwise. പിന്നെ CUET 2023 എന്നെ സ്കോർ ചെയ്യാൻ സഹായിച്ച ഏറ്റവും വലിയ ഒരു തിങ്ങാണ് Prepwiseന്റെ ക്ലാസ്സസ്, അതുപോലെ തന്നെ അവരുടെ വാല്യുവേഡ് നോട്ട്സും. All classes are purely based on NCET ആണ്. ഓൾസോ CUETയുടെ സിലബസ് പ്യൂർലി NCET ആണ്. സോ അവിടെ വേറൊന്നും ആവശ്യമില്ലായിരുന്നു. ഇറ്റ്സ് മോർ ദാൻ സഫിഷ്യൻറ്റ്. പിന്നെ ഓരോ സബ്ജക്റ്റിന്റെ ടീച്ചേഴ്സ് ആയാലും വളരെ ബെസ്റ്റ് നോളേജ്, ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ നല്ല നോളേജ് അല്ല, അതിൽ മാസ്റ്റേഴ്സും PhD ഒക്കെ വലിയ വലിയ യൂണിവേഴ്സിറ്റീസിന് ചെയ്യുന്ന ഓരോ ടീച്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നെ അതുപോലെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന മെന്റർഷിപ്പ് വാസ് ഗ്രേറ്റ്. ആൻഡ് എന്നുവെച്ചാൽ എൻ്റെ മെന്റർ മാസിൻ സാർ ആയിരുന്നു. സാറ് ഫ്രണ്ട്ലി ആൻഡ് അപ്രോച്ചബിൾ ആയിരുന്നു എവറി ടൈം. പിന്നെ എല്ലാ തേഴ്സ്ഡേയും എന്നെ കോൺടാക്ട് ചെയ്യായിരുന്നു, എൻ്റെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യായിരുന്നു, ഞാൻ എന്തൊക്കെ പഠിച്ചെന്ന് ചോദിക്കുമായിരുന്നു, ഇനി എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് ചോദിക്കുമായിരുന്നു. പിന്നെ എന്തെങ്കിലും ക്വയറീസ് ഉണ്ടോ എന്ന് വീണ്ടും വീണ്ടും ചോദിച്ചു, എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ അത് അഡ്രസ് ചെയ്ത് അതിനുള്ള സൊല്യൂഷനൊക്കെ കണ്ടെത്തി തരുമായിരുന്നു. സോ ഐ എം 100% സാറ്റിസ്ഫൈഡ് വിത്ത് മെന്റർഷിപ്പ്. ആൻഡ് കമ്മിങ് സബ്ജക്ട് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ CUET എക്സ്പീരിയൻസ് വെച്ചാൽ ഞാൻ 5 പേപ്പറാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത്, എൻട്രൻസ് പ്രിപ്പറേഷൻ വെച്ച് എഴുതിയത്. പിന്നെ ഐ ആം ടോട്ടലി 7 പേപ്പേഴ്സാണ് എഴുതിയത്. അതിൽ 2 പേപ്പേഴ്സ് വാസ് ജസ്റ്റ് ഗിവൺ, ലൈക്ക് ഒരു സേഫ്റ്റിക്ക് വേണ്ടി 2 പേപ്പേഴ്സ് കൊടുത്തായിരുന്നു. ആൻഡ് എക്കണോമിക്സ്, മാത്സ്, ബിസിനസ്, ഇംഗ്ലീഷ് ആൻഡ് GT ആയിരുന്നു ഞാൻ മെയിൻലി ഇമ്പോർട്ടൻസ് കൊടുത്ത് എൻട്രൻസ് ബേസ്ഡ് പ്രിപ്പറേഷൻ വെച്ച് എഴുതിയിരുന്നത്. ഇതിൽ എക്കണോമിക്സ്, ഇംഗ്ലീഷ് ആൻഡ് ബിസിനസ് വാസ് ഈസി. Economics and business is clearly based on NCET. സോ വേറെ എക്സ്റ്റേണൽ സോഴ്സ് ഒന്നും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് Prepwiseന്റെ ക്ലാസ്സസ് കേൾക്കുക, അവരുടെ യൂണിറ്റ് ടെസ്റ്റ് ചെയ്യുക, പോസിബിൾ ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനുകളും അതിൽ കവർ ചെയ്യും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് മോക്ക് ടെസ്റ്റ് ലാസ്റ്റ് ടൈം ഒക്കെ ആകുമ്പോഴേക്ക് ഒരു ലാസ്റ്റ് 1 month 2 monthലൊക്കെ മോക്ക് ടെസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുക. ദാറ്റ്സ് ഇനഫ്. പിന്നെ NCET കോപ്പി പേസ്റ്റ് ആണ്. ഈവൻ പാസേജ് ക്വസ്റ്റ്യൻസ് ആയ വരെ അങ്ങനെ തന്നെയാണ്, ലൈൻ ബൈ ലൈൻ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ NCET കവർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ്. പിന്നെ കമ്മിങ് ടു മാത്തിൽ നിങ്ങൾ Prepwiseന്റെ ക്ലാസ്സസ് കേൾക്കുക, അതിലുള്ള യൂണിറ്റ് ടെസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. മാത്തിൽ യൂണിറ്റ് ടെസ്റ്റ് എന്തായാലും ചെയ്യണം. പിന്നെ ചില ഭാഗങ്ങൾ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻ വന്നായിട്ട് എക്സാമിന് തോന്നി, ലൈക്ക് ഇന്റഗ്രേഷൻ കുറച്ച് തോന ക്വസ്റ്റ്യൻസ് വന്നായിട്ട് തോന്നി. പിന്നെ ഏരിയ ആൻഡ് കർവ് കുറച്ച് തോന ക്വസ്റ്റ്യൻസ് വന്നായിട്ട് തോന്നി. ആൻഡ് മെട്രിക്സസും കുറച്ച് തോന ക്വസ്റ്റ്യൻസ് വന്നായിട്ട് തോന്നി. ബാക്കിയുള്ള ഏരിയകളിൽ നിന്നൊക്കെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരുന്നു ക്വസ്റ്റ്യൻസ്. ആൻഡ് എക്സാം വാസ് ജനറലി സ്പീക്കിംഗ് ഒരു മോഡറേറ്റ് ലെവലായിരുന്നു. പിന്നെ ഇംഗ്ലീഷ് വരുമ്പോൾ കമ്പാരിറ്റീവ്ലി ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് Prepwise തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സെഷൻസ് എല്ലാ സബ്ജക്റ്റും സോൾവ് ചെയ്തുകൊണ്ട്, ഇപ്പൊ ഇംഗ്ലീഷ് സോൾവ് ചെയ്തുകൊണ്ട് ലാംഗ്വേജ് ടെസ്റ്റ് എന്തായാലും ചെയ്യണം. പിന്നെ ചില ഭാഗങ്ങൾ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻ വന്നായിട്ട് എക്സാമിന് തോന്നി, ലൈക്ക് ഇന്റഗ്രേഷൻ കുറച്ച് തോന ക്വസ്റ്റ്യൻസ് വന്നായിട്ട് തോന്നി. പിന്നെ ഏരിയ ആൻഡ് കർവ് കുറച്ച് തോന ക്വസ്റ്റ്യൻസ് വന്നായിട്ട് തോന്നി. ആൻഡ് മെട്രിക്സസും കുറച്ച് തോന ക്വസ്റ്റ്യൻസ് വന്നായിട്ട് തോന്നി. ബാക്കിയുള്ള ഏരിയകളിൽ നിന്നൊക്കെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരുന്നു ക്വസ്റ്റ്യൻസ്. ആൻഡ് എക്സാം വാസ് ജനറലി സ്പീക്കിംഗ് ഒരു മോഡറേറ്റ് ലെവലായിരുന്നു. പിന്നെ ഇംഗ്ലീഷ് വരുമ്പോൾ കമ്പാരിറ്റീവ്ലി ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് Prepwise തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സെഷൻസ് എല്ലാ സബ്ജക്റ്റും സോൾവ് ചെയ്തുകൊണ്ട്, ഇപ്പൊ ഇംഗ്ലീഷ് സോൾവ് ചെയ്തുകൊണ്ട് ലാസ്റ്റ് ഇയറിനെക്കാട്ടി കുറച്ചുകൂടി പാസേജസ് കുറച്ചുകൂടി ഈസി ആൻഡ് സിമ്പിൾ ആയി തോന്നി. ബട്ട് ലാസ്റ്റ് ഇയറിൽ ഇല്ലാത്ത കുറെ ഇൻഡയറക്റ്റ്, ഡയറക്റ്റ്, അങ്ങനെ ലാസ്റ്റ് ഇയറിൽ മാച്ചറായിട്ട് ഒരു ഭാഗത്ത് വരാത്ത കാര്യങ്ങൾ കുറെ ഈ ഇയറിലെ CUETയിൽ വന്നു. അതുപോലെ തന്നെ ചില ഇപ്പം ലെറ്ററിന്റെ ഫോർമാറ്റുമായിട്ട് ബന്ധപ്പെട്ട ചില ബേസിക് തിങ്സും ചോദിക്കുകയുണ്ടായി. ഇംഗ്ലീഷും ഈസി ആയിരുന്നു. പിന്നെ GTയിലോട്ട് വരുമ്പോൾ ടൈം മാനേജ്മെന്റ് ആണ് ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുള്ള കറക്റ്റ് എങ്ങനെ അത് എയ്സ് ചെയ്യണം എന്നുള്ള കറക്റ്റ് ഇൻഫർമേഷൻസ് ഒക്കെ Prepwise തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് GTക്ക് നിങ്ങൾ കൂടുതൽ ടെസ്റ്റ് എടുക്കണം. അപ്പം ഏതൊക്കെ സ്ഥലത്ത് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം, എവിടുന്നൊക്കെ നമുക്ക് പെട്ടെന്ന് കവർ ചെയ്ത് പോകാൻ കഴിയുന്നുള്ളതൊക്കെ മനസ്സിലാവും. അതുപോലെ ടൈം മാനേജ്മെന്റിന്റെ പ്രശ്നം നമ്മൾ സോൾവ് ചെയ്യുന്നത് അതുപോലെ ടെസ്റ്റുകളും മോക്ക് ടെസ്റ്റുകളും എടുത്തിട്ടാണ്. അപ്പം GTക്ക് ഏറ്റവും കൂടുതൽ സഹായിച്ച മോക്ക് ടെസ്റ്റുകളാണ്. പിന്നെ GTക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്തെന്ന് വെച്ചാൽ, കറണ്ട് അഫയേഴ്സിന് ഞാൻ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് അഭയ സാർ നടത്തുന്ന കുറച്ച് സെഷൻസ് ഉണ്ടായിരുന്നു. അത് വീക്കിലി മിസ് ഔട്ട് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അത് എല്ലാം സോർട്ട് ചെയ്തിട്ട് മന്ത്ലി കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് കുറച്ച് വീഡിയോസും ഇട്ടുണ്ടായിരുന്നു. അതാണ് എന്നെ കറണ്ട് അഫയേഴ്സ് കവർ ചെയ്യാൻ വേണ്ടി ഏറ്റവും സഹായിച്ചത്. പിന്നെ ആ സെഷൻസ് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, ഇന്ററാക്റ്റീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ബോറിംഗ് അല്ലായിരുന്നു. ഒരു ടെൻഡൻസി വരും നെക്സ്റ്റ് വീക്ക് ഇത് കാണാൻ. GKക്ക് Prepwiseല് പ്രൊവൈഡ് ചെയ്യുന്നത് തന്നെ മോർ ദാൻ സഫീഷ്യന്റ് ആണ്. ലൈക്ക്
അതിൽ കൂടുതലായിട്ടൊന്നും ചോദിച്ചായിട്ട് ശ്രദ്ധപ്പെട്ടിട്ടില്ല. പിന്നെ കമ്മിങ് ടു കോൺസ് ആൻഡ് റീസണിങ്, ഷാക്കിർ സാറുടെ ക്ലാസ്സസ് ഭയങ്കര യൂസ്ഫുൾ ആണ്. ആദ്യം കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുന്ന കൺസെപ്റ്റ് ബേസ്ഡ് ക്ലാസ്സസ് ആയാലും പിന്നെ പ്രോബ്ലം സോൾവിംഗ് ക്ലാസ്സസ് ആയാലും ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നെ ഓരോ യൂണിറ്റ് ടെസ്റ്റും കഴിയുന്നത് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇറ്റ്സ് യൂസ്ഫുൾ. അപ്പം കൂടുതൽ റയർ ആയിട്ടുള്ള ഏരിയകളിൽ നിന്നും ക്വസ്റ്റ്യൻ കണ്ടില്ല. ലൈക്ക് നമ്മൾ പ്രപ്പോസിലുള്ള ഏരിയകളിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻ കവർ ചെയ്ത് വന്ന മാതിരിയാണ് തോന്നിയത്. കാരണം ഇല്ല, ലൈക്ക് ഇതുവരെ കാണാത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലായിരുന്നു GTക്ക്. കോൺസിന്റെയും റീസണിങ്ങിന്റെയും കാര്യങ്ങൾ നോക്കണേ. കോൺസ് ഒക്കെ ലാസ്റ്റ് വന്നിട്ട് റിവൈസ് ചെയ്യാൻ നോക്കുക. റീസണിങ് ജസ്റ്റ് 1 ടൈം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എക്സാം നല്ലോണം ഈസി ചെയ്യാൻ കഴിയുന്നതാണ്. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു ടോട്ടൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ. ഐ എം 100% സാറ്റിസ്ഫൈഡ് വിത്ത് Prepwise ആൻഡ് ദെയർ ഫെസിലിറ്റീസ്. സോ CUT എക്സാമിന്റെ റിവ്യൂ പറയുകയാണെങ്കിലും ഒരു ഈസി ടു മോഡറേറ്റ് ലെവലായിരുന്നു മൊത്തത്തിൽ നോക്കുമ്പോൾ. ആൻഡ് ഇനിയിപ്പം എക്സാം എഴുതിയവരും ഇനി എക്സാം എഴുതാനുള്ളവർക്കൊക്കെ നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, താങ്ക് യു.